CPM-ൽ നിന്ന് മുൻ MLA, മുൻ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച ആളാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ എന്ന് തിരുവനന്തപുരത്ത് പോയാണ് BJP-യിലാണ്. അയാൾ എവിടെയെങ്കിലും പോയി കറങ്ങുന്നു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലും ഇല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവി പോലുമില്ല. അതൊക്കെ അന്ന് ക്ലോസ് ചെയ്ത കാര്യമാണ്. അയാൾ BJP പോവോ ചെകുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ വർഷം പാർട്ടി സെക്രട്ടറി ജില്ലയിലെത്തിയപ്പോൾ എസ് രാജേന്ദ്രനെ തിരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആര്? ഗോവിന്ദ മാഷ്. അതെനിക്കറിയത്തില്ല, എൻ്റെ ശ്രദ്ധ വന്നില്ല. നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. ഞങ്ങളൊന്നും ശ്രമിച്ചിട്ടില്ല. ചുമ്മാ ഗുണം എന്നോട് പറയണ്ട. ഞാൻ പറയുന്നത് അതൊന്നും ഇവിടെ വലിയ വിഷയമല്ലെന്ന്. അയാൾ കാലങ്ങളായി ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പണ്ടേ കളഞ്ഞതാണ്. അയാൾ പാർട്ടിയായി ഒരു ബന്ധവുമില്ല. അയാൾ എവിടെ പോയി കയറിയാൽ ഞങ്ങൾക്ക് തന്നെ പിന്നെ അയാളെ ആശ്രയിച്ചല്ല അവിടെ ഞങ്ങൾ ജയിക്കുന്നത്. നിങ്ങൾ പാർട്ടിക്കോട് കുന്തവും വരില്ല. എന്ത് നിങ്ങൾ എന്താ ഞങ്ങളെപ്പറ്റി ധരിച്ചിരിക്കുന്നത്? MM മണി അങ്ങ് രാജിവെച്ചോ പോയാൽ ഈ പാർട്ടിക്ക് ഒരു കുന്തവും വരില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഞങ്ങളങ്ങനെ സംഘടന. MM മണി ഈ ജില്ലയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണല്ലോ. ഞാൻ MLA ആണ്. ഞാൻ രാജിവെച്ച് അങ്ങ് പോയാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനൊന്നും വരില്ല. പാർട്ടിയുടെ നയങ്ങൾ വ്യക്തമാകും. ഇത്രയൊക്കെ അവസരങ്ങൾ കൊടുത്തിട്ടും പുള്ളി കാണിച്ച മോശം അത് അയാളോട് ചെന്ന് ചോദിച്ചു. അതിൻ്റെ പേര് പിറപ്പ് പണിയുന്ന. തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് CPM ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു എന്നുള്ളൊരു അയാൾ പിന്നെ ഭയങ്കര ദ്രോഹിച്ചല്ലോ. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, MLA ആക്കി. എത്ര പ്രാവശ്യം MLA ആക്കിയ? ഭയങ്കര ദ്രോഹമാണ് ചെയ്തത്. ജീവിതകാലം മുഴുവൻ അയക്കും പെൻഷൻ. അയാളും ചത്ത് കഴിഞ്ഞാൽ പൊണ്ടാറ്റിയുണ്ട്, അവർക്കും പെൻഷൻ. ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങിച്ച് നന്നായി തിന്നട്ടെ. അയാൾ എവിടെ പോയി കയറിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല.